ഒരു നാടൻ ബൊഗൈൻവില്ല തണ്ടിൽ 14 തരം വെറൈറ്റി പിടിപ്പിച്ചെടുത്താണ് കേട്ടോ ഞാൻ. 14 എണ്ണത്തിൽ 11 എണ്ണയാണ് പിടിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കതിലെ ഇലകളുടെ വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറേയൊക്കെ. റെഡ് സെപ്റ്റംബർ, അതുപോലെ ബട്ടർഫ്ലൈ വെറൈറ്റീസൊക്കെ ആയിട്ട് 14 തരം. ചില്ലി റെഡ് ഉണ്ട്, ഗോൾഡൻ സൺഷൈൻ, ബട്ടർ കപ്പ്, പിന്നെ അടർന്ന, മഹാറാണി, ഒരുപാട് അങ്ങനെ 14 തരം വെറൈറ്റികൾ പലപ്പോഴായിട്ട് എടുത്തിട്ടുള്ള കേട്ടോ. അങ്ങനെ മൊത്തം 14 എണ്ണത്തിൽ 11 പിടിച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു ജൂണിൽ ഇപ്പോൾ ഈ സമയത്ത് ഇനി പൂക്കളുണ്ടാവില്ല. അതിലിപ്പോൾ ബട്ടർ കപ്പിൻ്റെ ഒരു പൂവും അതുപോലെ തന്നെ റെഡ് സെപ്റ്റംബറിൻ്റെ ഒരു പൂവ് മാത്രമേ ഇപ്പോൾ അതിൽ കാണുന്നുള്ളൂ. അപ്പോൾ ഇനി ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയിട്ടൊക്കെ നല്ല പൂക്കൾ ഇനി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ അന്നൊന്നും അത്ര ഉഷാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഞാൻ മുട്ടയുടെ തൊണ്ടും അതുപോലെ തന്നെ ചാരത്തിൻ്റെ ഇട്ട് കൊടുത്തിട്ട്, എല്ലുപൊടി ഒന്നും ഇട്ടിട്ടില്ല, അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ വളർത്തിയെടുത്താണ്. ഞാൻ പറയണമൊന്നുമല്ല, നമ്മൾ ഒത്തിരി വില കൊടുത്ത് ലക്ഷങ്ങൾ കൊടുത്തിട്ട് മൾട്ടിഗ്രാഫ്റ്റ് ബൊഗൈൻവില്ല മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ അടുത്ത് എവിടെയെങ്കിലും ഇങ്ങനെ നാടൻ വേര് പിടിച്ചിട്ടുള്ള കൊമ്പുകളുണ്ടെങ്കിൽ അതിൻ്റെ കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇങ്ങനെ നല്ലൊരു വലിയ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒത്തിരി വീഡിയോസ് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണുക. അതെല്ലാം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി മഴയിലും അതുപോലെ വെയിലിലും നേരിട്ടിട്ട് നമ്മൾ തന്നെ മുന്നിൽ വെച്ച് കൊടുക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാരണം കൊണ്ടാണ് കേട്ടോ ഇത്ര ആധികാരികമായിട്ട് ഞാൻ പറയണത്. നമുക്കത് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നമുക്കതിനോടൊരു ഇഷ്ടം വേണമെന്നേ ഉള്ളൂ. വെയിലടിക്കുമ്പോഴാണെങ്കിലും മഴ അടിക്കുമ്പോഴാണെങ്കിലും എന്നും രാവിലെ ഒന്ന് പോയി നോക്കി അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കത് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും വീട്ടിൽ ചെയ്ത് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ ഈ മൾട്ടിഗ്രാഫ്റ്റ് ബൊഗൈൻവില്ല. ഇതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് കാണുക അടുത്ത സീസൺ ആയാലേ കേട്ടോ അറിയുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് തരേണ്ട ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ 14 തരം വെറൈറ്റി ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് എല്ലാം ഹൈബ്രിഡാണ് ഞാൻ പിടിപ്പിച്ചിട്ടുള്ളത്. നാടൻ ബൊഗൈൻവില്ലയുടെ തന്നെ ഒത്തിരി നല്ല വെറൈറ്റി കമ്പുകൾ പിടിപ്പിച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വീട്ടിൽ ചെയ്യുക. അതുപോലെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബൊഗൈൻവില്ലാസിൻ്റെ മാത്രമല്ല, അഡീനിയം അതുപോലെ ഓർണമെൻറ്റ്സിൻ്റെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗിവ് അവേ ഉണ്ട്, അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അല്ലാ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഓൾ ബട്ടണൊന്ന് അമർത്തി വെക്കണേ.